മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിലൂടെ ഒഴുകുന്ന ഇലമ്പനം തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ഫിഷറീസ്, സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇലമ്പനം തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് മാന്നാർ, കുരട്ടിശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെടെ 8 പാടശേഖരങ്ങളിലെ ഏകദേശം 1500 ഏക്കർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും പോളയും നീക്കം ചെയ്ത് ഇലമ്പനം തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ കാർഷിക പ്രാധാന്യമുള്ള ഭൂപ്രദേശമായ മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിലൂടെ ഒഴുകുന്ന ഇലമ്പനം തോടിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ഫിഷറീസ്, സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ പ്രവൃത്തി നടക്കുമ്പോൾ പഞ്ചായത്ത് അറിയേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്ത് തന്നെ. ആരും എഴുതി നിർത്തില്ല. അതൊക്കെ ഭരണമായിരിക്കും, ഗവൺമെന്റ് അതിന്റെ ബോധ്യമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോൾ ഉദ്ഘാടന സമയത്ത് തന്നെ അറിഞ്ഞില്ല അത് വാങ്ങി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ട് ഹെഡ് ഓഫ് അക്കൗണ്ട് മാറ്റി, ഇപ്പൊ അത് സാങ്കേതിക സ്ഥലം മാറ്റി ടെൻഡർ ചെയ്തു ഇപ്പൊ നിർമ്മാണത്തിലേക്ക് വന്നിരിക്കുക. 27/9/2024 ഇതിന് ഭരണാനുമതി കൊടുത്തു. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഭരണാനുമതി ലഭ്യമാകാത്തതാണ് പദ്ധതികൾക്ക് കാലതാമസം നേരിടാൻ ഇടയാക്കുന്നതെന്നും ഇതൊന്നും അന്വേഷിക്കാതെയാണ് ചിലർ അനാവശ്യമായ വിമർശനങ്ങൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇലമ്പനം തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് മാന്നാർ, കുരട്ടിശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട വാഴത്താറ്, 4 തോട്, കണ്ടങ്കരി, കുടവള്ളാരി എ, കുടവള്ളാരി ബി, ഇടപ്പുഞ്ച കിഴക്ക്, ഇടപ്പുഞ്ച പടിഞ്ഞാറ്, അരിയോടിച്ചാൽ തുടങ്ങി 8 പാടശേഖരങ്ങളിലെ ഏകദേശം 1500 ഏക്കർ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും പോളയും നീക്കം ചെയ്ത് ഇലമ്പനം തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഇലമ്പനം തോടിന്റെ നവീകരണത്തിനായി 2022-2023 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുക്കാത്താരിയിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ എസ് അമ്പിളി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ വി ആർ ശിവപ്രസാദ്, ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം, സലിം പടിപ്പുരക്കൽ, സുജാത മനോഹരൻ, കൃഷി ഓഫീസർ ഹരികുമാർ, പി എൻ ശെൽവരാജൻ, രാജു താമരവേലിൽ, പി ജി മുരുകൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, മാന്നാർ.